പാർലമെന്റിൽ അതിക്രമിച്ചു കയറിയ കേസിൽ രണ്ടുപേർ കൂടി കസ്റ്റഡിയിൽ. സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ബംഗളൂരു സ്വദേശി സായ് കൃഷ്ണയെയും യു.പി. സ്വദേശിയെയുമാണ് ദില്ലി പോലീസ് കസ്റ്റഡിയിലെടുത്തത്. കേസിലെ പ്രതിയായ മനോരഞ്ജന്റെ ഡയറിയിൽ നിന്നാണ് സായ് കൃഷ്ണയെക്കുറിച്ചുള്ള വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. നേരത്തെ കസ്റ്റഡിയിലുള്ള 4 പേരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. വിവരങ്ങളുമായി നോബിൾ മാരിക്കാരൻ. നോബിൾ, എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? പാർലമെന്റ് സുരക്ഷാ വീഴ്ചയിൽ 2 പേരുടെ കൂടി ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. കർണാടക വിദ്യാഗിരി സ്വദേശി സായ് കൃഷ്ണ, അതോടൊപ്പം തന്നെ ഉത്തർപ്രദേശ് ഒറൈ സ്വദേശി അതുൽ കുൽക്ഷേത്ര എന്നിവരെയാണ് അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. മനോരഞ്ജന്റെ റൂംമേറ്റ് ആയിരുന്നു ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ സായ് കൃഷ്ണ. മനോരഞ്ജന്റെ ഡയറിയിൽ നിന്നാണ് സായ് കൃഷ്ണയെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘം ലഭിച്ചത് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. കർണാടകയിലെ മുൻ പോലീസ് ഉദ്യോഗസ്ഥന്റെ മകൻ കൂടിയാണ് ഇയാൾ. മറ്റൊരാൾ, അതായത് ഉത്തർപ്രദേശ് സ്വദേശി അതുൽ കുൽക്ഷേത്ര എന്ന് പറയുന്നത് ഒരു ഇടത് സാമൂഹ്യ പ്രവർത്തനമാണ് എന്നാണ് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. സാഗർ ശർമ്മയിൽ നിന്നാണ് ഇയാളെ കുറിച്ചുള്ള വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചത്. ഇരുവരെയും ചോദ്യം ചെയ്ത് വരികയാണ് എന്ന് അറിയാൻ കഴിയുന്നു. അതോടൊപ്പം തന്നെ പ്രതികളായ മനോരഞ്ജൻ, അമോൽ, ഒപ്പം സാഗർ ശർമ്മ, ഒപ്പം നീലം ആസാദ് എന്നിവരുടെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും. ഈ പ്രതികളെ ഒരുമിച്ചിരുത്തി ഉൾപ്പെടെയുള്ള ചോദ്യം ചെയ്യൽ കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ അപ്പോഴും കൂടുതൽ തെളിവെടുപ്പും ഒപ്പം ചോദ്യം ചെയ്യലും ആവശ്യമാണ് എന്നാണ് അന്വേഷണ സംഘത്തിന്റെ ഇക്കാര്യത്തിൽ ഒരു നിലപാട്. അതുകൊണ്ട് തന്നെ ഇവരെ വീണ്ടും കസ്റ്റഡിയിൽ മേടിക്കാനുള്ള നീക്കമാണ് അന്വേഷണ സംഘത്തിന്റെ ഭാഗത്ത് ഉണ്ടാകുന്നത് എന്ന് അറിയുന്നു. എന്താണെങ്കിലും കൂടുതൽ ആളുകളെ കസ്റ്റഡിയിലെടുത്ത് ഇതിന്റെ ചോദ്യം ചെയ്യൽ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെയാണെങ്കിൽ പക്ഷേ കൂടുതൽ അറസ്റ്റുകളും ഈ കേസിൽ ഇനിയിപ്പോൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. നികേഷ്, നോബിളാണ് വിശദാംശങ്ങൾ നൽകി.